JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ കാണുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ബുക്ക് കീപ്പിംഗ് പ്രൈമർലി ഇൻവോൾവ്സ് അതായത് ബുക്ക് കീപ്പിംഗ് പ്രധാനമായും ഉൾപ്പെടുന്നത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ബുക്ക് കീപ്പിംഗ് പ്രധാനമായും ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ അനലൈസിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ, ഓപ്ഷൻ ബി പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഓപ്ഷൻ സി റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഓപ്ഷൻ ഡി ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഏതാണ് ശരി ഉത്തരം? ബുക്ക് കീപ്പിംഗ് പ്രൈമർലി ഇൻവോൾവ്സ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is considered a book of original entry? Which of the following is considered a book of original entry? താഴെ പറയുന്നവയിൽ ഏതാണ് ഒറിജിനൽ എൻട്രി ബുക്കായി കണക്കാക്കപ്പെടുന്നത്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ഒറിജിനൽ എൻട്രി ബുക്കായി കണക്കാക്കപ്പെടുന്നത്? ഏതാണ്? ജേണൽ ആണല്ലേ, ജേണൽ. അടുത്ത ക്വസ്റ്റ്യൻ. The process of transferring entries from the journal to the ledger is called. The process of transferring entries from the journal to the ledger is called. അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എൻട്രികൾ മാറ്റുന്ന പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എൻട്രികൾ മാറ്റുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? അതിനകത്ത് ഏതാ ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? പോസ്റ്റിംഗ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് എൻട്രീസ് ഫ്രം ദ ജേണൽ ടു ദ ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. A list of all the accounts with their balances at a particular date is known as. അതായത് ഒരു പ്രത്യേക രീതിയിലെ ബാലൻസുകൾ ഉള്ള എല്ലാ അക്കൗണ്ടുകളുടെയും പട്ടിക ഇങ്ങനെ അറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ലെഡ്ജർ, ഓപ്ഷൻ ബി ജേണൽ, ഓപ്ഷൻ സി ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ഡി ട്രയൽ ബാലൻസ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ്? ട്രയൽ ബാലൻസ് എന്ന് അറിയപ്പെടുന്നു. A list of all the accounts with their balances at a particular date is known as a trial balance. അടുത്ത question. Which of the following accounts typically has a debit balance? Which of the following accounts typically has a debit balance? ഏതാണ്? താഴെ പറയുന്നവയിൽ അക്കൗണ്ടുകളിൽ ഏതാണ് സാധാരണയായി ഡെബിറ്റ് ബാലൻസ് ഉള്ളത്? റവന്യൂ അക്കൗണ്ട് ആണോ, ലയബിലിറ്റി അക്കൗണ്ട് ആണോ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ, എക്സ്പെൻസ് അക്കൗണ്ട് ആണോ? ഏതിനാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, എക്സ്പെൻസ്. എക്സ്പെൻസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ്, അതായത് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യം താഴെ പറയുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ്, ഏതാണ് ശരി ഉത്തരം? Assets is equal to liabilities plus equity. Assets is equal to liabilities plus equity. അടുത്ത ക്വസ്റ്റ്യൻ. Purchasing goods on credit bill. Purchasing goods on credit bill, അതായത് ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നത്. പർച്ചേസിംഗ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ബില്ല്. 4 ഓപ്ഷൻസ് ഉണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? പർച്ചേസിംഗ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ബില്ല്, increase stock and increase accounts payable. Increase stock and increase accounts payable. സ്റ്റോക്ക് വർദ്ധിപ്പിക്കുകയും അടയ്ക്കേണ്ട അക്കൗണ്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. പർച്ചേസിംഗ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ബിൽ, ഇൻക്രീസ് സ്റ്റോക്ക് ആൻഡ് increase accounts payable. അടുത്ത ക്വസ്റ്റ്യൻ. Receiving cash from a customer for services rendered bill. Receiving cash from a customer for services rendered bill. അതായത് സേവനങ്ങൾക്ക് ഉപഭോക്താവിൽ നിന്ന് പണം സ്വീകരിക്കുന്നത്. Receiving cash from a customer for receiving services rendered bill. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം?
ഇൻക്രീസ് ക്യാഷ് ആൻഡ് ഇൻക്രീസ് റവന്യൂ. ഇൻക്രീസ് ക്യാഷ് ആൻഡ് ഇൻക്രീസ് റവന്യൂ. പണം വർദ്ധിപ്പിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. Which type of account is used to record income and expenses? വരുമാനം ചെലവ് രേഖപ്പെടുത്താൻ ഏത് തരം അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്? വരുമാനവും ചെലവും രേഖപ്പെടുത്താൻ ഏത് തരം അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്? റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്. ഏതാണ് ശരി ഉത്തരം? നോമിനൽ അക്കൗണ്ട്. Which type of account is used to record income and expenses? നോമിനൽ അക്കൗണ്ട്. The left side of a T account is used to record. ഒരു T അക്കൗണ്ടിന്റെ ഇടതുവശം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഏതാണ്? ഡെബിറ്റ്സ്. The left side of a T account is used to record debits. ഓപ്ഷൻ ഡി ആണ്. The primary purpose of preparing a trading account is to determine. The primary purpose of preparing a trading account is to determine. അതായത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം ഇവയാണ്. ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് അതിന്റെ ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലേ? The primary purpose of preparing a trading account is to determine gross profit. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following items is usually debited to the trading account? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് സാധാരണയായിട്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? Which of the following items is usually debited to the trading account? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഗ്രോസ് പ്രോഫിറ്റ് ഇനി പറയുന്ന ഏത് രീതിയിൽ കണക്കാക്കുന്നു? 4 രീതികൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്കാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലേ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of a direct expense? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് നേരിട്ടുള്ള ചെലവിന് ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് നേരിട്ടുള്ള ചെലവിന് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following is an example of a direct expense? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വേജസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വേജസ്. അടുത്ത ക്വസ്റ്റ്യൻ. The profit and loss account is prepared to ascertain. അതായത് ലാഭനഷ്ട അക്കൗണ്ട് ഇനി പറയുന്നവ ഉറപ്പാക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഏത് ആണ് ഉറപ്പാക്കാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഓപ്ഷൻസ് 4 ഉണ്ട്. അതിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ. ഏതാണ് ശരി ഉത്തരം? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is an example of an indirect expense? Which of the following is an example of indirect expense? അതായത് ഈ താഴെ പറയുന്നവയിൽ ഏതാണ് പരോക്ഷ ചെലവിന് ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് പരോക്ഷ ചെലവിന് ഉദാഹരണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ? ഓഫീസ് സാലറീസ്. അതാണ് പരോക്ഷ ചെലവിന് ഉദാഹരണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഏതാണ്? ഓഫീസ് സാലറീസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ്. അതായത് പ്രവർത്തന ലാഭം ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. ഏത് രീതിയിലാണ് കണക്കാക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാ ശരി ഉത്തരം? ഏതാണ്? ആലോചിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following items is usually credited to the profit and loss account? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് സാധാരണയായി ലാഭനഷ്ട അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്.
അതിൻ്റെ അകത്ത് ഈ നാലെണ്ണത്തിൽ ഏതാണ് ലാഭനഷ്ട അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാണ്? കമ്മീഷൻ റിസീവ്ഡ്. Which of the following items is usually credited to the profit and loss account? Commission received. അടുത്ത question. The balance of the trading account is transferred to the, അതായത് ഈ ട്രേഡിംഗ് അക്കൗണ്ടിലെ ബാലൻസ് ഏതിലേക്കാണ് മാറ്റുന്നത്? ഇതിലേക്ക് മാറ്റുന്നത്. ഏതിലേക്കാണ് മാറ്റുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതിലേക്കാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് മാറ്റുന്നത്? ദ ബാലൻസ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ, ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. ദ ബാലൻസ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. Account carriage outwards is shown in the, account carriage outwards is shown in the, അതായത് അക്കൗണ്ട് കാരിയേജ് പുറത്തേക്ക് കാണിക്കുന്നത്, അക്കൗണ്ട് കാരിയേജ് ഔട്ട്വേർഡ്സ് ഈസ് ഷോൺ ഇൻ ദ, ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. A balance sheet shows the financial position of a business. A balance sheet shows the financial position of a business. അതായത് ഒരു ബാലൻസ് ഷീറ്റ് ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്നു. എങ്ങനെയാണ് കാണിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? A balance sheet shows the financial position of a business. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, at a specific point in time. At a specific point in time. അടുത്ത ക്വസ്റ്റ്യൻ. The basic accounting equation is, the basic accounting equation is, അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യം. 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a current asset? താഴെ പറയുന്നതിൽ ഏതാണ് നിലവിലെ ആസ്തി? അതായത് കറണ്ട് അസറ്റ് ഏതാണ്? താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡെപ്റ്റേഴ്സ്. Which of the following is a current asset? Debtors. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a current liability? ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് നിലവിലെ ബാധ്യത? കറണ്ട് ലയബിലിറ്റി ഏതാണ്? ബാങ്ക് ലോൺ ആണോ, ഡിബെഞ്ചേഴ്സ് ആണോ, ക്രെഡിറ്റേഴ്സ് ആണോ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ? ഏതാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്? ഒന്ന് ആലോചിച്ചേ, ഏതാണ്? ക്രെഡിറ്റേഴ്സ് ആണല്ലേ, ക്രെഡിറ്റേഴ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ്വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ, ഗുഡ്വിൽ ഒരു എക്സാമ്പിൾ ആണ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഗുഡ്വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുഡ്വിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ഓൺ ദ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ഓൺ ദ, കുടിശ്ശിക ശമ്പളം ഇതിൽ കാണിച്ചിരിക്കുന്നു. ഏതിലാണ് കുടിശ്ശിക ശമ്പളം കാണിച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ അകത്താണ് കുടിശ്ശിക ശമ്പളം കാണിച്ചിരിക്കുന്നത്? ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അല്ലേ? ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതായത് പ്രീപെയ്ഡ് ചെലവ് ഏതിലാണ് കാണിച്ചിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതിലാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ asset sides of the balance sheet. Asset side of the balance sheet. അടുത്ത ക്വസ്റ്റ്യൻ. shareholders funds in the balance sheet include, എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബാലൻസ് ഷീറ്റിലെ ഷെയർ ഹോൾഡർമാരുടെ ഫണ്ടുകളിൽ ഇവ ഉൾപ്പെടുന്നു. ഏതാണ് ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡ്, ഏതാണ്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a non current liability?
അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് കറണ്ട് ഇതര ബാധ്യത? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കറണ്ട് ലയബിലിറ്റി? ഏതാണ്? ലോങ് ടേം ലോൺ ആണല്ലേ, ലോങ് ടേം ലോൺ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The term balance sheet derives its name from the fact that it, അതായത് ബാലൻസ് ഷീറ്റ് എന്ന പദത്തിന് അതിന്റെ പേര് ലഭിച്ചത് ഏതാണ്? അത് ഏതാണ്? The term balance sheet derives its name from the fact that it, ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണല്ലോ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ, ഷോസ് ദാറ്റ് assets are equal to liabilities plus owner's equity. Shows that assets are equal to liabilities plus owner's equity. Which of the following is not a primary function of bookkeeping? Which of the following is not a primary function of bookkeeping? താഴെ പറയുന്നവയിൽ ഏതാണ് ബുക്ക് കീപ്പിംഗിന്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ബുക്ക് കീപ്പിംഗിന്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കറണ്ട് ലയബിലിറ്റി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കറണ്ട് ലയബിലിറ്റി? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് കറണ്ട് ലയബിലിറ്റിയുടെ ഉദാഹരണം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4 എണ്ണത്തിൽ ഏതാണ് കറണ്ട് ലയബിലിറ്റിയുടെ ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണ്. സാധാരണ PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നതാണ്. ഈ അടുത്ത നാളിൽ PSC പരീക്ഷയ്ക്ക് വന്നതുമാണ്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, അക്കൗണ്ട്സ് പേയബിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കറണ്ട് ലയബിലിറ്റി? അക്കൗണ്ട്സ് പേയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. The accounting equation is represented as. അക്കൗണ്ടിംഗ് സമവാക്യം പ്രതിനിധീകരിക്കുന്നു. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഓപ്ഷൻസിനകത്ത് ഏതിനെയാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രതിനിധീകരിക്കുന്നത്? The accounting equation is represented as. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. Asset is equal to liabilities plus equity. Option B, assets plus liabilities is equal to equity. Option C, assets minus liabilities is equal to equity. Option D, assets is equal to liabilities minus equity. ഏതാണ് ശരി ഉത്തരം? The accounting equation is represented as. ഏതാണ്? Assets is equal to liabilities plus equity. Option A ആണ് correct answer. അടുത്ത question. Depreciation is an example of which type of account? Depreciation ഏത് തരത്തിലുള്ള അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ്? അറിയാവോ ആർക്കെങ്കിലും? ഡിപ്രിസിയേഷൻ ഏത് തരത്തിലുള്ള അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള അക്കൗണ്ടിന്റെ ഒരു ഉദാഹരണമാണ് ഡിപ്രിസിയേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് കണ്ടുപിടിക്കണം, വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഏതാണ് ശരി ഉത്തരം? അസറ്റ് തന്നെ അല്ലേ, അസറ്റ് അക്കൗണ്ടിന്റെ ഉദാഹരണമാണ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. A company's net income is calculated as. ഒരു കമ്പനിയുടെ അറ്റ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു കമ്പനിയുടെ അറ്റ വരുമാനം കണക്കാക്കുന്നത്? ഓപ്ഷൻ എ റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ഓപ്ഷൻ ബി റവന്യൂ പ്ലസ് എക്സ്പെൻസസ്. ഓപ്ഷൻ സി അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. ഓപ്ഷൻ ഡി അസറ്റ് പ്ലസ് ലയബിലിറ്റീസ്. എ കമ്പനീസ് നെറ്റ് ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ആസ്. A company's net income is calculated as. ഒരു കമ്പനിയുടെ അറ്റ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയാണ്? റവന്യൂ മൈനസ് എക്സ്പെൻസസ്. റവന്യൂ മൈനസ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which financial statement shows the financial position of a company at a specific point in time? Which financial statement shows the financial position of a company at a specific point in time? അതായത് ഒരു കമ്പനിയുടെ ഏത് സാമ്പത്തിക പ്രസ്താവന ഒരു നിശ്ചിത സമയത്ത് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നു?
ഏത് സാമ്പത്തിക പ്രസ്താവന ഒരു നിശ്ചിത സമയത്ത് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നു? വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം? ഓപ്ഷൻ എ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണല്ലേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ച് കഴിഞ്ഞു കാണും അല്ലേ? ബാലൻസ് ഷീറ്റ് ആണല്ലേ. ബാലൻസ് ഷീറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following represents revenue for a company? Which of the following represents revenue for a company? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു കമ്പനിയുടെ വരുമാനത്തെ പ്രതിനിധീകരിക്കുന്നത്? Which of the following represents revenue for a company? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ഒരു കമ്പനിയുടെ വരുമാനത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കിട്ടും, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? ഏതാണ്? പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് റവന്യൂ ഫോർ എ കമ്പനി? പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ. അടുത്ത ക്വസ്റ്റ്യൻ. The matching principles in accounting states that അതായത് അക്കൗണ്ടിലെ പൊരുത്തപ്പെടുത്തൽ തത്വം പറയുന്നു. എന്താണ് പറയുന്നത്? അക്കൗണ്ടിങ്ങിലെ പൊരുത്തപ്പെടുത്തൽ തത്വം പറയുന്നു. ഓപ്ഷൻ എ എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ഓപ്ഷൻ ബി റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ഓപ്ഷൻ സി എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ. ഓപ്ഷൻ ഡി റവന്യൂ ഷുഡ് ബി റെക്കോർഡഡ് when incurred to earn expenses. The matching principle in which accounting states that ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ. വരുമാനം നേടുന്നതിന് ചെലവുകൾ രേഖപ്പെടുത്തണം. വരുമാനം നേടുന്നതിന് ചെലവുകൾ രേഖപ്പെടുത്തണം. എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് വെൻ ഇൻക്വയർഡ് ടു ഏൺ റവന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not an example of an adjusting entry? അതായത് ഒരു താഴെ പറയുന്നവയിൽ ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉദാഹരണം അല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അഡ്ജസ്റ്റിംഗ് എൻട്രി? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചോ ഏതാണെന്ന്? ഏതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രിയുടെ ഉദാഹരണം അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണല്ലേ, പേയ്മെന്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്. പേയ്മെന്റ് ഓഫ് യൂട്ടിലിറ്റി ബിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. The term double entry in bookkeeping means. അതായത് ബുക്ക് കീപ്പിംഗിലെ ഡബിൾ എൻട്രി എന്ന പദത്തിന്റെ അർത്ഥം. The term double entry in bookkeeping means. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? The term double entry in bookkeeping means. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. റെക്കോർഡിംഗ് ഈച്ച് ട്രാൻസാക്ഷൻ ട്വൈസ്. റെക്കോർഡിംഗ് ഈച്ച് ട്രാൻസാക്ഷൻ ട്വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ. A contra account is used to. A contra account is used to. അതായത് ഒരു കോൺട്രാ അക്കൗണ്ട് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ ഓഫ്സെറ്റ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. ഓപ്ഷൻ ബി ഇൻക്രീസ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. ഓപ്ഷൻ സി റെഡ്യൂസ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. ഓപ്ഷൻ ഡി റിവേഴ്സ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. എ കോൺട്രാ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു. ഒരു കോൺട്രാ അക്കൗണ്ട് ഉപയോഗിക്കുന്നു. ഈ 4 ഓപ്ഷൻസിനകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓഫ്സെറ്റ് ദ ബാലൻസ് ഓഫ് അനദർ അക്കൗണ്ട്. അതായത് മറ്റൊരു അക്കൗണ്ടിന്റെ ബാലൻസ് ഓഫ്സെറ്റ് ചെയ്യുക. അതാണ് കോൺട്രാ അക്കൗണ്ട് ഈസ് യൂസ്ഡ് ടു. കോൺട്രാ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്? മറ്റൊരു അക്കൗണ്ടിന്റെ ബാലൻസ് ഓഫ്സെറ്റ് ചെയ്യുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ എ കമ്പനി? താഴെ പറയുന്നതിൽ ഏതാണ് ക്യാഷ് ഫ്ലോ ഫോർ എ കമ്പനി? ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോയുടെ ഓഫ് എ കമ്പനിയുടെ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ എ കമ്പനി വിച്ച് ഓഫ് ദ ഫോളോയിങ്? താഴെ പറയുന്നവയിൽ ഏതാണ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ എ കമ്പനി? ഓപ്ഷൻ എ സെയിൽ ഓഫ് ഇൻവെന്ററി. ഓപ്ഷൻ ബി പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ്. ഓപ്ഷൻ സി കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓപ്ഷൻ ഡി അക്വയർഡ് എക്സ്പെൻസസ്. ഏതാണ് ശരി ഉത്തരം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാഷ് ഔട്ട്ഫ്ലോ ഫോർ എ കമ്പനി? ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ ബി ആണ് അല്ലേ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ്. അപ്പോൾ ഈ ഡിവിഷണൽ അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.